ബൈബിൾ നഴ്സറി കുട്ടികൾക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്യണമെന്നും അതിൽ അതായത് സൈക്കോളജിക്കലായിട്ടും അതുപോലെ ആത്മീയമായിട്ട് വചനാധിഷ്ഠിതമായിട്ടുള്ള പ്ലേവേ മെത്തേഡിലൂടെ കുട്ടികളെ വചനം പഠിപ്പിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് ഞാനൊരു പ്രൊജക്റ്റ് തയ്യാറാക്കുമ്പോൾ എനിക്ക് നിമിഷം കൊണ്ട് ഇതെല്ലാം ഇങ്ങ് കിട്ടുക. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ തലയിലും എൻ്റെ 2 ആൺപിള്ളേരുടെ തലയിലും കൈവച്ചങ്ങോട്ട് പ്രാർത്ഥിച്ചു. കുരിശുരൂപത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഈ വീടിൻ്റെ വാതുക്കൽ നിർത്തിയിട്ട് രൂപത്തിൻ്റെ താഴെ നിർത്തിയിട്ട് ഇവരുടെ തലയെ കൈവച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പം എനിക്ക് മലയാള ഭാഷയിലോ ഇംഗ്ലീഷ് ഭാഷയിലോ ഒന്നും പ്രാർത്ഥന വരുന്നില്ല. ഈ ഭാഷാവരം ഇങ്ങോട്ട് വരിക. അപ്പം ഞാൻ സഹനത്തെ സന്തോഷകരമായ ഒരു ആനന്ദമായിട്ട് ഏറ്റെടുക്കുക. കാരണം സഹനം ഇല്ലെങ്കിൽ ഞാൻ പറയും പ്രാർത്ഥനയ്ക്ക് പോലും എരിവും പുളിയില്ല എന്ന് പറയും. ഇച്ചിരി സഹനം അലച്ചിലൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ കൂടുതൽ ഈശോയുടെ സ്നേഹം കൂടുക. ഇന്നും സുവിശേഷ പ്രഘോഷണ മേഖലയിൽ സ്ത്രീകളുടെ സാന്നിധ്യം വളരെ വിരളമാണ്. ആനി ചേച്ചി ആദ്യമായി ഈ രംഗത്തേക്ക് കടന്നു വന്നപ്പോൾ നേരിടേണ്ടി വന്ന പ്രതിസന്ധികൾ എന്തൊക്കെയാണ്? ശുശ്രൂഷ രംഗത്ത് എനിക്കങ്ങനെ പറയത്തക്ക വലിയ പ്രതിസന്ധികളൊന്നും നേരിടേണ്ടി വന്നിട്ടില്ല. കാരണം ഞാൻ കർത്താവിൻ്റെ മകളാണെന്ന് എനിക്കൊരു ഉത്തമ ബോധ്യം എൻ്റെ ഹൃദയത്തിൽ ഈശോ തന്നു. ഒപ്പം ഞാൻ സഭയുടെ മകളും കൂടെയാണ്. കത്തോലിക്ക സഭയുടെ പുത്രിയാണ് ഞാനെന്നുള്ള ഒരു അവബോധം എനിക്കുണ്ട്. കത്തോലിക്ക സഭ എന്നെ ഒത്തിരി വളർത്തിയിട്ടുണ്ട്. സഭയോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള പ്രവർത്തനം അല്ലാതെ മറ്റൊരു പ്രവർത്തനവും ഞാൻ തനിച്ചോ അല്ലെ മറ്റുള്ളവരുമായിട്ട് ചേർന്ന് ചെയ്യാറില്ല. അതുപോലെ സഭയിൽ എൻ്റെ ഇടവക വികാരി അച്ഛന്മാർ, കൊച്ചച്ഛന്മാർ, അതുപോലെ എൻ്റെ ആത്മീയ ഗുരുക്കന്മാർ, വൈദികർ, ധ്യാന മന്ദിരത്തിൽ പനിക്കലച്ഛൻ, നായ്ക്കമ്പറമ്പിലച്ഛൻ, കൊത്തുമാച്ചുവത്തിന്, അതുപോലെ തടത്തിലച്ഛന്, പയ്യമ്പള്ളി അച്ഛൻ, ഇവരെല്ലാവരും വിൻസെഷൻ സഭയാണല്ലോ അവർ, എല്ലാവരും എന്നെ വളർത്താൻ സഹായിച്ചിട്ടേ ഉള്ളൂ. പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിൽ നമ്മുടെ പിതാക്കന്മാർ, നേതൃസ്ഥാനത്തിരിക്കുന്ന എല്ലാവരും എനിക്ക് നല്ല പോലെ ഉള്ള സപ്പോർട്ട്, മറ്റൊരു വ്യക്തിക്കും കിട്ടാത്ത രീതിയിലുള്ള ഒരു നല്ല സപ്പോർട്ട് എനിക്ക് തരാൻ അവരെല്ലാവരും അനുഗ്രഹിച്ചിട്ടുണ്ട്. അതൊരു ഭാഗ്യമായിട്ടൊരു ദൈവിക ദാനമായിട്ടാണ് ഞാനതിനെ കാണുന്നത്. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ശുശ്രൂഷാരംഗത്ത് സഹനങ്ങളുണ്ട്. അതായത് വചനം പറയുന്നുണ്ടല്ലോ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നുവെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടാൻ ഒരുങ്ങിക്കൊള്ളുക. അപ്പോൾ ഉറപ്പായിട്ടും പ്രലോഭനം ഉണ്ട്. അപ്പോൾ പ്രലോഭനം പല രീതിയിൽ നമുക്ക് നേരിട്ട് വരും. മാനസികമായിട്ട് നമ്മളെ തളർത്തക്ക രീതിയിലുള്ള ചില ചില സംഭവങ്ങൾ, അല്ലെ ചില വ്യക്തികളുടെ ചിന്താഗതികൾ, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ പ്രതികൂലമായിട്ട് അനുഭവപ്പെടുക. പിന്നെ നമ്മളെ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുന്ന ചില അവസ്ഥകൾ, അതിലൂടെയൊക്കെ ചില സഹനങ്ങൾ വളരെ തീവ്രമായിട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ആ സഹനങ്ങളിലൂടെ ഞാൻ കടന്നുപോയപ്പം പുതിയൊരു കാഴ്ചപ്പാട് എനിക്ക് ദൈവം തന്നു. കാരണം എനിക്കിത് പുറത്താരോടും പറയാൻ പറ്റില്ല. എൻ്റെ ആത്മീയ ഗുരുക്കന്മാരോട് പോലും ഷെയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചില കാര്യങ്ങൾ എനിക്ക് വരുമ്പോൾ ഞാൻ ആരോട് ഷെയർ ചെയ്യും? പറഞ്ഞിട്ട് കാര്യവുമില്ല, മറ്റുള്ളവരോട് പറഞ്ഞിട്ട്. അപ്പം ഞാനിരുന്ന് എൻ്റെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഈശോയോട് പറയുള്ളൂ. ഈശോയുടെ മുമ്പിൽ മാത്രം കണ്ണുനീരെഴുതും. ഒരു തുള്ളി കണ്ണുനീര് ഏതെങ്കിലും കാര്യത്തിന് എൻ്റെ ഈശോയുടെ കാൽപാദത്തിൽ വീഴ്ത്തിയാൽ അത് അച്ചട്ടായിട്ട് എനിക്കത് അടുത്ത നിമിഷം സാധിച്ചു കിട്ടും. അപ്പം എനിക്ക് അങ്ങനെ ഒരു പിടിയുണ്ട്. കർത്താവിൻ്റെ കാൽപാദത്തിൽ ഒരു തുള്ളി കണ്ണുനീരൊഴിക്കുക, രക്ഷപ്പെട്ടു കാര്യം. ഈ സഹനങ്ങൾ കൂടെ നമ്മളിങ്ങനെ അലട്ടുമ്പോൾ ഇതെന്താണ് ഈശോയെ, അതുവരെ ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്ന ഈശോയിലായിട്ട് അങ്ങോട്ട് ലയിച്ചാൽ, ഈശോയുടെ സ്നേഹം കൊണ്ട് നമ്മൾ നിറഞ്ഞാൽ, നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിൽ ഒന്നും കുഴപ്പമില്ല, എല്ലാം നല്ല സ്മൂത്തായിട്ട് സന്തോഷമായിട്ട് അങ്ങോട്ട് പോകുമെന്നാണ് എൻ്റെ മനസ്സിൻ്റെ അവസ്ഥ ഇരുന്നത്. പക്ഷേ ഈ കഠിനപ്പെട്ട സഹനങ്ങൾ, അലച്ചിലുകൾ എല്ലാം ഇങ്ങ് വന്നപ്പോൾ ഞാൻ ചോദിക്കാൻ തുടങ്ങി, കർത്താവെ പിന്നെ നിൻ്റെ കൂടത്തിൽ കൂടിയിട്ട് എന്നാ കാര്യം ഇരിക്കുന്നത്?
അപ്പസ്തോലന്മാർക്ക് ക്രൂരം വരണം. ഇനി ഈ ലോകത്ത് ജീവിക്കുമ്പോൾ വേണ്ടുന്ന സഹനമുണ്ട്. ഇനി ഈ ശുശ്രൂഷയിലും കൂടെ വരുമ്പോൾ നീ അല്ലാതെ ആര് രക്ഷിക്കും? ആരാ നമുക്ക് ആശ്രയമുള്ളത്? അങ്ങനെ ഞാൻ ചോദിച്ചിരിക്കുമ്പോൾ പല പല അനുഭവങ്ങളിലൂടെ കർത്താവിൻ്റെ പല പുസ്തകങ്ങൾ വായിക്കുക, അതിലൂടെ എല്ലാം ഈശോ എന്നോട് സംസാരിച്ച് ഈ സഹനം എനിക്ക് എന്തിനാണ് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സഹനങ്ങളുണ്ട്. ഒറ്റ വാക്കി പറഞ്ഞാൽ എന്നെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി കർത്താവ് എനിക്ക് സഹനം അനുവദിച്ചിരിക്കുക. അപ്പം ഞാൻ ഇപ്പോൾ ഒരു 5 കൊല്ലം മുമ്പുണ്ടായിരുന്ന ഒരു മാനസിക അവസ്ഥയെ അന്ന് ഞാൻ ശരിയായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷെ ഇന്ന് അതെനിക്ക് അതല്ലായിരുന്നു ശരിയെന്ന് ഇന്നെനിക്ക് തോന്നാൻ തക്ക രീതിയിൽ ചില സഹനങ്ങൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിലേക്ക് ലയിച്ചു കഴിയുമ്പോൾ നമ്മൾ പുതിയ വ്യക്തിയായി. പക്ഷെ പുതിയ വ്യക്തിയായാലും നമ്മുടെ വ്യക്തിത്വത്തിൽ മാറ്റം വരണമെങ്കിൽ ആത്മാവ്, മനസ്സ്, ശരീരം, ദേഹം, ദേഹി, ആത്മാവാണല്ലോ നമ്മൾ. അപ്പോൾ ഈ ആത്മാവിൽ നിറഞ്ഞ ദൈവിക ആ ശക്തി എൻ്റെ മനസ്സിനെ കീഴടക്കിയിട്ട് ആ മനസ്സിൻ്റെ തലത്തിൽ നിന്ന് അത് ശരീരത്തിൻ്റെ തലത്തിലേക്ക് പുറത്തേക്ക് വരണം. അപ്പോൾ ഇത് രണ്ടും തകർക്കപ്പെടണം. എൻ്റെ ആത്മാവ് ഉണരുകയും എൻ്റെ മനസ്സ് ശോഷിക്കണം. ഞാൻ കുറയണം, അവൻ വളരണമെന്ന് പറഞ്ഞല്ലോ, പറഞ്ഞില്ല, സ്നാപയോഗം പറഞ്ഞ പോലെ എൻ്റെ ആത്മാവ് ശക്തി പ്രാപിക്കണമെങ്കിൽ എൻ്റെ ഉള്ളിൽ നിലനിൽക്കുന്ന മാനസിക തലം കുറയണം, ഞാൻ കുറയണം. അപ്പോൾ അത് കുറയുമ്പോൾ എൻ്റെ ശാരീരിക തലത്തിൽ ജഡികമായ എൻ്റെ സ്വഭാവങ്ങളുണ്ട്, ശീലങ്ങളുണ്ട്. അത് കുറയണമെങ്കിൽ ഈ സഹനത്തിലൂടെ അല്ലാതെ വേറൊന്നിലും മാറ്റം വരുത്താൻ സാധിക്കുകയില്ല എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് എനിക്ക് സഹനത്തെ ഇന്ന് പേടിയില്ല. കാരണം ഈശോ പറഞ്ഞില്ലേ, ഗോതമ്പ് മണി നിലത്ത് വീണ അഴിഞ്ഞ് അതിൻ്റെ രൂപാന്തരീകരണം നടന്നാലേ പുതിയ മുള പൊട്ടിമുളച്ച് അനേക കതിരുകളായിട്ട് അത് ഫലം പുറപ്പെടുവിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാനൊരു ഗോതമ്പ് മണിയാണ്. അപ്പം ഞാൻ എന്താ ഗോതമ്പ് മണിയുടെ പുറത്തുള്ള പുറഞ്ചട്ടയാണ് എൻ്റെ ശരീരവും എൻ്റെ മനസ്സും. അതിൻ്റെ ഉള്ളിൽ എൻ്റെ ആത്മാവ്, അതാ നിത്യജീവൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ ഈശോ വെച്ച് തന്നു. മാമോദീസായിലൂടെ നമുക്ക് ആ കൃപ ദൈവം തന്നല്ലോ. അപ്പം ഈ കൃപയിൽ ഞാൻ വളരണമെങ്കിൽ ഈ ഗോതമ്പ് മണിയാകുന്ന ഞാൻ നിലത്ത് വീണ് തകരണം, എൻ്റെ പുറന്തോട് പൊട്ടണം. അപ്പം എൻ്റെ ഞാൻ എൻ്റെ മാതാപിതാക്കളിലൂടെയും എൻ്റെ ജീനുക്കളിലൂടെയും പാരമ്പര്യത്തിലൂടെയും എൻ്റെ ശീലങ്ങളിലൂടെയും എൻ്റെ സാഹചര്യങ്ങളിലൂടെ എല്ലാം എന്നെ വളർത്തി ഉറപ്പിച്ച ചില മനോഭാവങ്ങൾ, കാഴ്ചപ്പാടുകൾ, ചിന്താഗതികളൊക്കെ എനിക്കുണ്ട്. എന്നിലത് രൂഢമൂലമായിട്ടിരിക്കുക. ഇതാര് തകർക്കും? കാരണം എന്നെ അറിയാവുന്നതും കർത്താവ് മാത്രമേ ഉള്ളൂ. എൻ്റെ കൂടെ ജീവിക്കുന്ന ജീവിത പങ്കാളിക്കാൻ മക്കൾക്ക് പോലും എന്നെ ശരിയായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല വേറൊരാളെ, കർത്താവിന് മാത്രമേ പറ്റുള്ളൂ. അതുപോലെ എൻ്റെ ശാരീരിക നിലയിൽ എൻ്റെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, എൻ്റെ വൈകാരിക തല, ഇതൊന്നും വേറൊരു ചുടു കുഞ്ഞു മനുഷ്യന് പോലും തിരിച്ചറിയാൻ പറ്റില്ല. അത് ഈശോയ്ക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഈ 2 മേഖലകളും കൂടെ പ്യൂരിഫൈ ചെയ്താലേ ഈശോയ്ക്ക് എന്നെ സ്വന്തമാക്കാൻ പറ്റുള്ളൂ. അപ്പം ഈശോ പറഞ്ഞില്ലേ, നിങ്ങളെ വിശുദ്ധിയിലേക്കാണ് ഞാൻ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വിശുദ്ധിയിലേക്കുള്ള വിളിയിൽ എന്നെ തേച്ച് കഴുകി വൃത്തിയാക്കി എടുക്കുന്ന ആ പ്രക്രിയ ഈ സഹനത്തിലൂടെയേ പറ്റുള്ളൂ. അതുകൊണ്ട് എൻ്റെ സഹനം എന്ന് പറയുന്നത് ഒരു പ്രത്യേക രീതിയിലാണ് ചിലപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത് തരുന്നത് ഈശോ. പക്ഷെ അതെനിക്ക് ഭയങ്കര ഹാപ്പിയാണിപ്പോൾ. പണ്ട് സഹനമെന്ന് കേട്ടാൽ ഞാൻ ഈശോയോട് ചോദിച്ചിട്ടുണ്ട്, പിന്നെ എന്തിനാ ഈശോ നിൻ്റെ പുറകെ വരുന്നത്, ഇതാ നിൻ്റെ കൂട്ടത്തിൽ ആൾ വരാത്തത് എന്ന് വരെ ഞാൻ ഈശോയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ സഹനത്തെ സന്തോഷകരമായ ഒരു ആനന്ദമായിട്ട് ഏറ്റെടുക്കുക. കാരണം സഹനം ഇല്ലെങ്കിൽ ഞാൻ പറയും പ്രാർത്ഥനയ്ക്ക് പോലും ഒരു എരിവും പുളിയില്ല എന്ന് പറയും. ഇച്ചിരി സഹനം, അലച്ചിലൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ കൂടുതൽ ഈശോയോട് സ്നേഹം കൂടുതൽ അപ്പം പ്രാർത്ഥിക്കും. ഞാൻ എൻ്റെ സഹനത്തിൻ്റെ മധ്യത്തിൽ ഞാൻ ഉണർന്നെഴുന്നേറ്റ് അതിരാവിലെ ഉണർന്നത്, വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം 18 പറയുന്നത്, സീയോൻ പുത്രി ഉറക്കം നിലവിളിക്കുക, രാത്രിയുടെ യാമങ്ങളുടെ ആരംഭത്തിൽ ഉണർന്നിരുന്ന് നിന്റെ ഹൃദയം ജലധാര പോലെ ഒഴുകട്ടെ, നഗരമധ്യത്തിൽ മരിച്ചു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നീ ഉറക്കം നിലവിളിക്കുക, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിന്റെ കരങ്ങൾ ഉയർത്തുക. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്കതേയുള്ള ആശ്രയം. ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ കൊണ്ടും എൻ്റെ സഹനങ്ങൾ ദൂരീകരിക്കാൻ സാധ്യമല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ എന്ത് വന്നാലും ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിക്കും. ആ ഒരു തുള്ളി കണ്ണുനീര് കർത്താവിൻ്റെ ഭാഗത്ത് വീണോ അടുത്ത സെക്കൻഡിൽ കർത്താവ് സോൾവ് ചെയ്ത് തരും. ഇങ്ങനെ ഈ സഹനത്തെ സഹിക്കാൻ മാറ്റിക്കോ പ്രാർത്ഥിച്ചോ എന്നൊക്കെ പറഞ്ഞാലും പറ്റില്ല. തീവ്രമായ സഹനത്തിൻ്റെ മധ്യത്തിൽ ഒരു പ്രാർത്ഥന അർപ്പിക്കാൻ സാധിക്കുകയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അനുഭവം അങ്ങനെയാണ്.
അവിടെ മൗനമായിട്ടിരിക്കുക, കർത്താവിൽ ലയിക്കുക. ഞാൻ പഠിച്ച മാർഗം അതാണ്. മൗനമായിട്ടിരുന്ന് കർത്താവിൽ ലയിക്കുക, ദൈവാത്മാവ് എന്നിൽ വന്ന് ലയിക്കുന്ന ആ കണ്ടംപ്ലേഷൻ, അതായത് ദൈവാത്മാവ് എന്നിൽ ശക്തമായിട്ട് വന്ന് എൻ്റെ ആത്മാവിൽ ലയിച്ച് ലയിച്ച് എൻ്റെ പുറന്തോടാകുന്ന ഈ ഗോതമ്പ് മണിയുടെ പുറന്തോടാകുന്ന എൻ്റെ മനസ്സിൻ്റെ ചട്ടക്കൂടും എൻ്റെ ശരീരത്തിൻ്റെ ചട്ടക്കൂടും പൊട്ടിച്ച് ചെതറി അഴുകിച്ച് കളഞ്ഞ് പ്യൂരിഫൈ ചെയ്ത് പുതിയ നാമ്പ് പൊട്ടി വിടർന്ന് അത് ഫലം പുറപ്പെടുവിക്കണം. അപ്പോൾ ഈ ഈ ശുശ്രൂഷാ ജീവിതത്തിലെ സഹനങ്ങൾ, ആരോടും പങ്കുവയ്ക്കാൻ മേലാത്ത സഹനങ്ങളൊക്കെ വലിയ അനുഗ്രഹത്തിൻ്റെതായിട്ടും വലിയ ജ്ഞാനത്തിൻ്റെ ഇതായിട്ട് ഒരു മനസ്സിലാക്കി തരലുമൊക്കെ ആയിട്ട് കർത്താവ് അത് മാറ്റിത്തരുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഭയവും. ഈ ഒരു രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ കുടുംബാംഗങ്ങളുടെ സപ്പോർട്ടും കരുതലും എല്ലാം ഒത്തിരിയേറെ അത്യാവശ്യമാണെന്ന് നമുക്കറിയാം. ആനി ചേച്ചിയുടെ ജീവിതത്തിൽ എപ്രകാരമാണ് ഹസ്ബൻഡും മറ്റു കുടുംബാംഗങ്ങളും ആനി ചേച്ചിയെ സപ്പോർട്ട് ചെയ്തത്? എൻ്റെ ഭർത്താവ് എന്നെ കൈപിടിച്ച് നടത്തിയതാണ് ശുശ്രൂഷയിലേക്ക്. കാരണം ഈ തിരക്കിനിടയിൽ ഞാൻ ചിലപ്പം ഈ ശുശ്രൂഷ ഒരെണ്ണം വേണ്ടാന്ന് വെക്കുവാണെങ്കിൽ ഹസ്ബൻഡ് പറയും നീ പോണം. പുള്ളിക്ക് ഭയങ്കര ഹരമായിരുന്നു ഞാനിങ്ങനെ ശുശ്രൂഷാ രംഗത്ത് അങ്ങോട്ട് ഉയർന്നു വരണമെന്ന് ഭയങ്കര തീവ്രമായ ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ആദ്യകാലത്തെല്ലാം എൻ്റെ കൂടെ എന്നെ കൂട്ടിക്കൊണ്ട് പോകുമായിരുന്നു. എന്നിട്ട് പുള്ളി കേട്ടോണ്ടിരിക്കും ക്ലാസ്സൊക്കെ. എന്നിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കുറവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയും, തിരിച്ചു വരുമ്പോൾ പറയടി അങ്ങനെയല്ല പറയേണ്ടത്, ഇച്ചിരി കൂടെ ഇതായിട്ട് നീ പറയണം, അവിടെ ഇച്ചിരി തളർന്നു പോയി, ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു. അതുപോലെ ഞാൻ തന്നെ പോകുകയാണെങ്കിൽ ഞാൻ പോയി ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ സകല കാര്യവും വന്നിരുന്ന് ഞാൻ പുള്ളിയോട് ഷെയർ ചെയ്യുമായിരുന്നു. അപ്പം ഞാനിപ്പോൾ പുള്ളി മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അതൊക്കെ ഓർത്ത് എനിക്ക് വിഷമം വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ തിരിച്ചു വന്നാൽ ആരോടും പറയാനില്ല, പിള്ളേർക്ക് തിരക്ക്, അങ്ങനെ വരുമ്പോൾ നമുക്കത് നമ്മുടെ ആ പേഴ്സണൽ ഷെയറിങ് അവിടെ നഷ്ടപ്പെട്ടപ്പോൾ ഇപ്പം ഞാൻ ആ സ്ഥാനത്ത് ഈശോയെ ഇരുത്തും. എന്നിട്ട് പറയും, ഈശോയെ ഇന്നതേ ഇന്നത് കണ്ടില്ലായിരുന്നോ കേട്ടില്ലായിരുന്നോ, അങ്ങനെ കുറേ അങ്ങ് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഹാപ്പിയാകും. അങ്ങനെ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഞാൻ ഈ ശുശ്രൂഷ മുടക്കാതെ ഇരിക്കാൻ ഒത്തിരി പള്ളികളിലൊക്കെ അന്ന് ക്ലാസ് എടുക്കാൻ വിളിക്കുമ്പോൾ എനിക്ക് വഴിയറിയില്ല. പുള്ളി പറയും ഞാൻ വരാം, നിന്നെ ഞാൻ കൊണ്ടുവന്ന് നിനക്ക് പിന്നെ എന്നാ കുഴപ്പം എന്ന് ചോദിച്ച് എന്നെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പുള്ളിക്ക് സുഖമില്ലാതെ ലക്ഷോർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടിരിക്കുമ്പോൾ ഞാൻ ലീവ് എടുത്ത് ഞാൻ നിൽക്കുന്ന ഹോസ്പിറ്റലിൽ. അപ്പോൾ വ്യാഴാഴ്ച ക്ലാസ് വെളുപ്പിനെ എടുക്കണമെങ്കിൽ ഞാൻ രാത്രിയിൽ അവിടെ പോയി കിടക്കണം. അപ്പം ഞാൻ പോവുകയില്ല, കാരണം പുള്ളിയുടെ എനിക്ക് ആളില്ല, അന്ന് മക്കൾ ജോലിയിലും ആയി. അപ്പോൾ എന്നോട് പറയും നീ പൊക്കോ, ഇവിടെ ഒരു പ്രശ്നമില്ല, നീ പൊക്കോ എന്ന് പറയും. ഞാൻ പോവുകയില്ല. അന്നേരം പുള്ളി തന്നെ തടത്തിലച്ഛനെ പനക്കലച്ഛനെ ആരെങ്കിലും വിളിച്ചിട്ട് പറയും എൻ്റെ ഇവള് വരുന്നില്ല, അച്ഛൻ പറയും ഇവളോട് വരാൻ പറയും. അപ്പോൾ അവർ പറയുക അഞ്ചേജി വാ, തടത്തിലച്ഛൻ പറയാം അഞ്ചേജി ഇങ്ങ് വാ, എന്നാ കുഴപ്പം, അവിടെ ഒരു കുഴപ്പവും പറ്റിയല്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ രാത്രി ബസ്സിന് കയറി എന്നെ പോയിട്ടുണ്ട്. അന്നേരം മോനെയോ അല്ലെ ആരെങ്കിലും വിളിച്ച് ഹോസ്പിറ്റലിൽ നിർത്തിയിട്ട് ക്ലാസ് എടുക്കാൻ പോയി. ക്ലാസ് കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ വരെ പുള്ളി എന്നെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ആ പുള്ളി മരിച്ചു കഴിഞ്ഞും ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് എൻ്റെ മക്കൾ എന്നെ ഇന്ന് വരെ നോ പറഞ്ഞിട്ടില്ല. മമ്മീൻ്റെ അടുത്ത് പോകണ്ട, അല്ലെ എന്തിനാ ഇങ്ങനെ പോണേ ചോദിച്ചിട്ടില്ല. പിന്നെ കർത്താവിൻ്റെ കാരുണ്യം കൊണ്ട് എനിക്ക് കിട്ടിയ 2 മരുമക്കളും നല്ല മരുമക്കളാണ്. നല്ല കുടുംബത്തിലെ നല്ല മാതാപിതാക്കളുടെ 2 മരുമക്കൾ. ഞാൻ ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ പിള്ളേരോട് വിളിച്ചത്, അവരൊക്കെ വേറെ തിരുവനന്തപുരത്തായിരുന്നു, ഒരാൾ എറണാകുളത്തായിരുന്നു, ഇപ്പോൾ വീട്ടിൽ കുടുംബത്തിൽ തന്നെയുണ്ട്. അപ്പം ഞാൻ പറയും മക്കളെ നിങ്ങൾ കൊന്തയില്ലിക്കണം. അപ്പം ഞാൻ സ്റ്റേജിൽ അമ്മയമ്മ സ്റ്റേജിൽ നിന്ന് വചനം പ്രസംഗിക്കുമ്പോൾ മക്കൾ എവിടെയാണോ അവിടെ ഇരുന്ന് മരുമക്കളും കൊന്തയൊല്ലി പ്രാർത്ഥിക്കുക. അപ്പോൾ അത്രേ ഒരു ദൈവാനുഗ്രഹം എനിക്ക് കുടുംബത്തിൽ നിന്ന് സപ്പോർട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിപ്പോഴും കിട്ടിക്കൊണ്ടായിരിക്കുന്നത്. പിന്നെ ആദ്യ കാലത്തൊക്കെ നമ്മുടെയൊക്കെ സമൂഹത്തിലുള്ളവർക്കൊന്നും അറിയില്ല. നമ്മളെല്ലാ രാത്രിയിലും വെളുപ്പിനെയൊക്കെ ഈ ബസ്സിന് കയറി പോണു, ധ്യാനത്തിന് ക്ലാസ് എടുക്കുക. അന്ന് ധ്യാനം എന്നാന്ന് തന്നെ എല്ലാവർക്കും അറിയത്തില്ല. അപ്പോൾ പലരും ഇതെന്നാത്തിനാ പോണേന്നൊക്കെ ചിലരൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇന്നത് ഒരനുഗ്രഹമായിട്ടും അന്നങ്ങനെ ആലോചിച്ചവരും ഇന്ന് അവരുടെ കുടുംബ പ്രശ്നത്തിന് നമ്മുടെ ഇരിക്കെ വന്നിട്ട് അതിനൊരു ഈശോ അനുഗ്രഹമാക്കി തന്നു. കാരണം അവർക്കും ഒരാശ്വാസം നമ്മുടെ ഒരു വാക്ക് മൂലം കൊടുക്കാൻ ഈശോ അനുഗ്രഹമാക്കി തന്നിട്ടുണ്ട്. ആനി ചേച്ചി പറയുകയുണ്ടായി സഭ ആനി ചേച്ചിയെ പല വിധത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന്. ആനി ചേച്ചിക്ക് എങ്ങനെയാണ് സഭയുടെ ഈ സപ്പോർട്ട് ഫീൽ ചെയ്തത്? എനിക്ക് സഭ എന്ന് പറഞ്ഞാൽ എന്തോ എൻ്റെ വീട് പോലെ എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് കോതമംഗലം രൂപത എന്നൊക്കെ പറഞ്ഞാൽ പിതാവ് നേരത്തെ ജോർജ് പുന്നക്കോട്ടി പിതാവായിരുന്നു. പിതാവും എൻ്റെ 2 മക്കളുടെയും വിവാഹം പിതാവ് വന്നാണ് നടത്തി തന്നതും കുർബാനയിൽ ഇതൊക്കെ. ഇപ്പം മടത്തിക്കണ്ടത്തി പിതാവാണ്. എനിക്ക് അവരുടെയൊക്കെ മുമ്പിൽ ഞാനൊരു മകളെ പോലെയാണ്. എനിക്ക് എന്ത് സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അത്ര സപ്പോർട്ട് എനിക്ക്
അതുപോലെ കരിസ്മാറ്റിക് ഗ്രൂപ്പുകളിൽ നിന്ന് അതിൻ്റെ ഡയറക്ടേഴ്സിൽ നിന്ന് പറയുടെ അച്ഛന് ചേറ്റൂരച്ഛനും ഒക്കെ നല്ല സപ്പോർട്ട് എനിക്ക് കിട്ടിക്കൊണ്ടായിരിക്കണത് ഇപ്പോൾ. അപ്പോൾ സഭയാണ് എന്നെ വളർത്തുന്നത്. സഭയോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു ദൈവാനുഗ്രഹം ദൈവം എനിക്ക് തന്നു. അതുപോലെ കുടുംബത്തിൽ നിന്നും ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടി. അങ്ങനെയാണ് കർത്താവ് എന്നെ ഒരുക്കി ഇപ്പോൾ ഈ നിലയിൽ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഒരുക്കി തന്നത് ഈശോയെ. അതുകൊണ്ട് വെല്ലുവിളികളോ പ്രതിസന്ധികളോ ഒന്നും എനിക്കൊരു പ്രശ്നമല്ല. മരിക്കുന്നത് വരെ ഈശോ അനുവദിക്കുന്നിടത്തോളം കാലം. പക്ഷെ ആദ്യകാലത്ത് ഒരാവേശമായിരുന്നു. ഭർത്താവ് ആവേശം തരുന്നു, നാട്ടുകാരാവേശം തരുന്നു, സഭയിൽ നിന്ന്. അപ്പോൾ ഒരാവേശത്തിൻ്റെ പുറത്തിങ്ങ് പോവുക. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഇച്ചിരി കൂടെ ഇരുത്തവും പക്വതയും പ്രായവും ഒക്കെ വർദ്ധിച്ചപ്പോൾ കുറച്ചുകൂടി ഒരു ഇരുത്തം വന്നു. ഇപ്പോൾ ഒരു ക്ലാസ് എവിടെയെങ്കിലും വിളിച്ചാൽ അല്ലെ പറയുമ്പം ഞാൻ ഡേറ്റ് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കും. ഈശോയെ, നീ ആഗ്രഹിക്കുന്നുണ്ടോ? നിൻ്റെ ടൈം ടേബിളിൽ ഇതുണ്ടോ? കാരണം ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എന്നെക്കുറിച്ചൊരു ടൈം ടേബിൾ ഈശോ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ടൈം ടേബിളിൽ ഇന്ന വർഷത്തിലല്ല ഇന്ന മാസത്തിൽ ഇന്ന ദിവസം ആ സമയത്ത് ഞാൻ എവിടെയായിരിക്കണമെന്ന് നീ എന്താ കുറിച്ച് വെച്ചിരിക്കുന്നത്? അത് ഈ പള്ളിയിൽ അല്ലെ ഈ ഗ്രൂപ്പിൽ ഇല്ല ഇന്ന സ്ഥാനത്ത് ഞാൻ വചനം പറയാനാണോ എങ്കിൽ ഇത് നീ അനുവദിച്ച് തരണം, ഞാൻ യേശു പറയും എന്ന് പറഞ്ഞ് ഒരു നിമിഷമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്തോ പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഞാനത് യേശു പറയുള്ളൂ അവരോട്. ആ ഡേറ്റ് കൺഫേംഡ് ആക്കുകയുള്ളൂ. അത് ഇപ്പോൾ വന്ന ഒരു പക്വതയായിട്ടാണ് ഞാൻ കരുതുന്നത്. മറ്റേ ആദ്യകാലത്ത് അങ്ങനെയല്ല, ഓടി നടക്കുവാണോ കൂടെ, എന്തൊക്കെ ചെയ്യാവോ എന്തൊക്കെ മറിക്കാവോ, ഒറ്റയടിക്ക് എല്ലാവരെയും കൂടെ നന്നാക്കിയിട്ടേ ഉള്ളൂ എന്നുള്ള ഒരു ആവേശമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇത് ഈശോ പ്രവർത്തിക്കണമെന്നും ഈശോയ്ക്ക് ഇഷ്ടമായ സമയത്ത് ഈശോയുടെ ഇഷ്ടം അനുസരിച്ചാണ് ഒരുവനിൽ രൂപാന്തരീകരണം നടക്കുന്നതെന്നും അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായമാണ് വേണ്ടതെന്നും അതുകൊണ്ട് ഞാൻ അതിനകത്ത് ഒന്നുമല്ല എന്നും ഒരു സീറോയാണ് എന്നും അതുകൊണ്ട് ആ അനുവാദം കിട്ടിയിട്ട് ഞാനാകുന്ന എന്നെ അതിനേക്ക് ഞാൻ അനുവദിക്കുകയുള്ളൂ. അത്രയും ഒരു പക്വത കർത്താവ് എനിക്ക് തന്നു. ഇന്നത്തെ സമൂഹത്തിൽ കൗൺസിലിംഗ് സെന്ററുകളുടെ എണ്ണം കൂടി വരുന്നതായി നാം കാണുന്നു. ബൈ പ്രൊഫഷൻ ഒരു കൗൺസിലർ എന്ന നിലയിൽ എന്താണ് ഈ വർധനവിന് പിന്നിലുള്ള കാരണം? അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ വാക്കിൽ അതിന് മറുപടി പറയാൻ പറ്റില്ല. കാരണം ഇതൊരവസ്ഥയാണ്, ഒരു ചേഞ്ചാണിത്. ഇനി ഈ ചേഞ്ചിൽ ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ മൂലമാണ്. സഭയുടെ ഓരോ കാലഘട്ടത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഈ കരിസ്മാറ്റിക് ധ്യാന കേന്ദ്രങ്ങളും ഈ കൗൺസിലിംഗ് ഗിഫ്റ്റഡ് കൗൺസിലിംഗ് സെൻറ്റേഴ്സ്, സൈക്കോളജിക്കൽ കൗൺസിലിംഗ് സെൻറ്റേഴ്സ് പണ്ടുകൊണ്ട് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം തുടങ്ങുന്നതിൻ്റെ പിന്നിൽ ദൈവകരങ്ങളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇന്ന് കാലഘട്ടത്തിനൊരാവശ്യമാണ് കൗൺസിലിങ്. എനിക്ക് തോന്നുക 3 വയസ്സായ കുഞ്ഞിന് മുതൽ ഇന്ന് കൗൺസിലിംഗ് ആവശ്യമാണ്. അതേ ഒരു രീതിയിലേക്ക് സമൂഹം മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇൻ്റലക്ച്വലായിട്ട് ബുദ്ധി വർദ്ധിക്കുന്നതോടൊപ്പം സാമൂഹിക രംഗത്ത് നിന്നും കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും വ്യക്തിപരമായ ചില പ്രത്യേക സ്വഭാവവിശേഷത്തിൽ നിന്നുമൊക്കെ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകാനുള്ള ഒരു എളുപ്പം ഇന്നത്തെ ലോകത്തിനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പണ്ടത്തേതിനേക്കാൾ കുറച്ചുകൂടെ ലോകം വിസ്തൃതമായല്ലോ, അറിവിൻ്റെ ഔന്നത്യത്തിലെത്തി, ഇൻഫർമേഷൻ ടെക്നോളജി വളർന്ന് പന്തലിച്ച് നിൽക്കുക. അപ്പം ഇവിടെ ജീവിക്കുന്ന കുട്ടികൾക്ക് അല്ലെ കുടുംബാംഗങ്ങൾക്ക് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ലോൺലെസ്, അതായത് ഏകാന്തത, ഒരു ശാന്തത, ഒരു സമാധാനം അവർക്ക് കിട്ടാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വീട്ടിൽ കിട്ടാൻ പറ്റുന്നില്ല. മറ്റേ നമുക്ക് വീട്ടിൽ നിന്ന് അത് കിട്ടുമായിരുന്നു. ഇന്ന് കുടുംബാംഗങ്ങളെല്ലാം ബിസിയാണ്. അപ്പൻ ബിസി, അമ്മ ബിസി, ഈ കുഞ്ഞിനെ നോക്കാൻ നിൽക്കുന്ന ആയക്ക് ബിസി, കെയർ ചെയ്യാൻ നിൽക്കുന്ന കുട്ടിക്ക് ആ സ്ത്രീക്ക് ബിസിയാണ്. അവർക്ക് അടുക്കളപ്പണിയായി കൊച്ചിനെ നോക്കണം. അപ്പം പിന്നെ ഇതിനെ പ്രീ സ്കൂള് അല്ലെ പ്ലേ സ്കൂള് ഇങ്ങനെ കൊണ്ട് വിടുമ്പോഴും അവിടെയും ടീച്ചേഴ്സിന് തിരക്ക്. കാരണം ഇഷ്ടം പോലെ കുട്ടികളാണ്. അപ്പോൾ ഈ തിരക്കിനിടയിൽപ്പെട്ട് ദൈവ പൈതലായിട്ട് ദൈവം ഒരു കുഞ്ഞിനെ തരുന്നത് ദൈവകരങ്ങളിലിരുന്ന സമ്മാനമാണ്, അതൊരു അനുഗ്രഹമാണ്, ദാനമായിട്ട് തന്നതാണ്. ഈ കുഞ്ഞിനെ ദൈവ പൈതലാക്കി വളർത്തിയെടുക്കാൻ വേണ്ടി ദൈവം മാതാപിതാക്കളുടെ കയ്യിൽ ഈ കുഞ്ഞിനെ വെച്ച് കൊടുത്തതാണ്, ദൈവത്തിൻ്റെ കയ്യിലിരുന്ന സമ്മാനത്തെ കൊടുത്തതാണ്. പക്ഷേ ഈ മാതാപിതാക്കൾക്ക് എന്തോ ഈ സത്യം തിരിച്ചറിയാൻ പറ്റുന്നില്ല. അപ്പോൾ അവർ ഈ കൊച്ചിനെ വളർത്തുന്നുണ്ട്, അതിന് ശാരീരിക വളർച്ചയും മാനസിക വളർച്ചയും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. പണ്ടത്തേതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ആത്മീയ തലത്തിലുള്ള വളർച്ചയും കൂടി ചേർന്നാലേ
ആ വളർച്ച സമഗ്രമായിട്ട് പൂർണ്ണതയിലേക്ക് വരുള്ളൂ. അപ്പോൾ ഈ ഒരു സൈഡ് ലോ ആയി പോകുന്നുണ്ടോ എന്നെനിക്കൊരു സംശയമുണ്ട് ഇപ്പോൾ. കാരണം അതുപോലെ അസ്വസ്ഥത കുട്ടികളുടെ ഇടയിൽ രൂപപ്പെട്ടിരിക്കുക. അപ്പോൾ കുട്ടികളുടെ ഇടയിൽ രൂപപ്പെടുമ്പം അത് പേരൻസിലും പ്രതിഫലിക്കും. അത് പിന്നെ കുടുംബ കലഹമായിട്ട് മാറുകയാണ്. ഈ വളർന്നു വരുന്ന അസ്വസ്ഥതയിൽ വളർന്നു വരുന്ന കുട്ടികളാണ് നാളത്തെ ഭാര്യ, അമ്മ, അല്ലെ നാളത്തെ ഭർത്താവ്, പിതാവായിട്ട് മാറുന്നത്. അപ്പം റൂട്ടിൽ ഒരു ചേഞ്ച് വരാനുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇടപെട്ടുകൊണ്ട് ഈ വീണ്ടും തൻ്റെ മക്കളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് കൗൺസിലിംഗ് സെൻറ്റേഴ്സ്, ധ്യാന മന്ദിരങ്ങൾ, പ്രാർത്ഥനാലയങ്ങൾ, അതുപോലെ ഇന്ന് ദേവാലയങ്ങളിലൊക്കെ ആണെങ്കിലും ജനം പെരുത്ത് കയറുക. അപ്പോൾ ഇതിൻ്റെ എല്ലാം ജനം ആഗ്രഹിക്കുന്നു, ദാഹിക്കുന്നു ദൈവത്തിന് വേണ്ടിയിട്ട്. പക്ഷെ ആ ദൈവത്തെ പാനം ചെയ്യാനല്ലേ, ദൈവത്തെ ഉൾക്കൊള്ളാൻ, ദൈവത്തെ അങ്ങോട്ട് സ്വീകരിച്ച് ലയിച്ചെടുക്കാനുള്ള ഒരു വഴി, ആ വഴി ഒന്ന് കാണിച്ചു കൊടുക്കലാണ് ഈ കൗൺസിലിങ്ങും ഈ എല്ലാ ശുശ്രൂഷ മേഖലയുടെയും വരുന്നത്. ആ വഴി നമ്മൾ കാണിച്ചു കൊടുക്കുക. ദൈവം അവരെ ആ വഴിയിലൂടെ നയിക്കും, നമ്മളല്ല, കൗൺസിലർ അല്ല നയിക്കുന്നത്. അപ്പം ദൈവം അവരെ വഴിയിലൂടെ. അപ്പം എനിക്ക് തോന്നുന്നു ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്, ഒരു അത്യാവശ്യമാണ് ഇന്ന് കൗൺസിലിങ്. കാരണം അനേക കുടുംബങ്ങളെയൊക്കെ കൗൺസിലിങ് നടത്തി കഴിഞ്ഞ് ഞാനിപ്പം അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ആ കൗൺസിലിങ്ങിലൂടെ 2-3 മണിക്കൂർ അവർക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ അവർ മറ്റൊരു കാഴ്ചപ്പാടിലേക്ക്, ഒരു നന്മയുടെ തലത്തിലേക്ക് കടന്നു വരികയും എത്ര പ്രലോഭനങ്ങളുണ്ടായാലും അതിൽ പെട്ടുപോകാതെ പിടിച്ചു നിൽക്കാനും ദൈവം അവർക്ക് കൃപ കൊടുത്തതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതൊരു അനുഗ്രഹമായി തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമായതല്ല. അനുചേച്ചിയും സാറുമായിട്ട് ഏതാണ്ട് 40 വർഷത്തെ പരിചയമുണ്ട് ഞങ്ങൾക്ക്. എൻ്റെ ഇളയ മകളെ അനുചേച്ചിയുടെ ഇളയ മകൻ കല്യാണം കഴിച്ചിരിക്കുകയാണ്. 4 വർഷത്തോളമായി. ഇപ്പോൾ അവർക്ക് 2 കുഞ്ഞു കുട്ടികളുമുണ്ട്. എൻ്റെ ഇളയ മകളെ ആനിച്ചേച്ചിയുടെ ഇളയ മകനാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ആനിച്ചേച്ചി ഞങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പേ അറിയാവുന്നതാണ്. ഞങ്ങളുടെ മകളെ കല്യാണം കഴിച്ചതിൽ എനിക്ക് യാതൊരു ഭയമോ വിഷമോ ഇല്ല. ആനിച്ചേച്ചിയുടെ കയ്യിൽ എൻ്റെ മകൾ സുരക്ഷിതയാണെന്ന് എനിക്കറിയാം. ആനിച്ചേച്ചിയുടെ വചനപ്രഘോഷണം, കുടുംബജീവിതം, അതുപോലെ എല്ലാ കാര്യങ്ങളിലും ആനിച്ചേച്ചി ദൈവത്തിന് വളരെ ഹിതമായ രീതിയിൽ ജീവിക്കുന്ന ഒരാളാണെന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. പണ്ട് മുതലേ ഞങ്ങൾക്ക് ആനിച്ചേച്ചി അറിയാവുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും നല്ലൊരു വീട്ടമ്മയും നല്ലൊരു ബൈബിൾ പ്രഘോഷയും നല്ലൊരു ദൈവാനുഗ്രഹമുള്ളൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മമ്മി ശരിക്കും ഓരോ ധ്യാനം നടത്തുന്നത് ശരിക്കും പറഞ്ഞാൽ വീട്ടിലാണ്. ഡെയിലി ധ്യാനം എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളുടെ അടുത്താണ് ശരിക്കും ഒരു റിഹേഴ്സൽ പോലെ ഞങ്ങളുടെ അടുത്താണ് മമ്മി അത് പലതും പ്രാവർത്തികമാക്കുന്നത്. അപ്പം ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുന്നത് ചിലപ്പോൾ ഒരു 7-8 ദിവസമായിരിക്കും. പക്ഷേ മമ്മിയുടെ കൂടുതലുള്ള ലൈഫ് എന്ന് പറയുന്നത് ശരിക്കും ഡെയിലി ധ്യാനത്തിൽ പങ്കെടുക്കുന്ന പോലെ തന്നെയാണ്. മമ്മിയുടെ വിശ്വാസ ജീവിതം ഞങ്ങളെ ശരിക്കും സ്വാധീനിച്ചിട്ടുണ്ട്. മമ്മിക്ക് ഈശോയിൽ അടിയുറച്ചുള്ള വിശ്വാസമുണ്ട്. ആക്ച്വലി അത് കണ്ടിട്ട് തന്നെ ഞങ്ങൾക്കും നന്നായിട്ട് ഈശോയിൽ വളരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പിന്നെ പ്രഗ്നൻസിയിലും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിലും എല്ലാം മമ്മി ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മമ്മിയുടെ ജീവിതം കണ്ടിട്ട് ഒത്തിരി നല്ല മാതൃകകൾ ശരിക്കും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ചേച്ചിയുടെ ഈ പ്രാർത്ഥനാ ജീവിതത്തിന്റെ അടിസ്ഥാനം അമ്മയാണെന്ന് പറയുകയുണ്ടായി. എപ്രകാരമാണ് ചേച്ചിയുടെ പ്രാർത്ഥനാ ജീവിതം മക്കളിലും കൊച്ചുമക്കളിലും സ്വാധീനം ചെലുത്തുന്നത്? നമ്മുടെ ഈ ജീവിതം മക്കളിലും നമ്മുടെ കുഞ്ഞുമക്കളിലേക്കും സ്വാധീനം ചെലുത്തും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതൊരു സത്യമായ കാര്യമാണ്. കാരണം എൻ്റെ അമ്മയിലൂടെ കിട്ടിയത് എന്നിലേക്ക് പകർന്നു വന്നിട്ടുണ്ട്. അതെൻ്റെ മക്കൾക്ക് ഞാൻ പകർന്നു. ആ മക്കളിപ്പോൾ കൊച്ചുമക്കൾക്ക് പകർന്നിട്ടുണ്ട്. കൊച്ചുമക്കളിൽ അത് പ്രകടമായിട്ട് കാണുന്നുമുണ്ട്. എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പ്രാർത്ഥന കഴിയുമ്പോൾ ഞങ്ങൾ പരസ്പരം സ്തുതി പറയും. അപ്പോൾ സ്തുതി പറയുമ്പോൾ അമ്മ നെറ്റി കുരിശ് വരയ്ക്കും. ചിലപ്പോൾ അമ്മ ഇങ്ങനെ കവിളിൽ ഒരു ഉമ്മ തരും. അത് ശീലമാക്കി എനിക്ക് കുട്ടികളുണ്ടായപ്പോൾ ഞാൻ അവരെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ തലേ കൈവച്ച് പ്രാർത്ഥിക്കും. അത് കരിസ്മാറ്റിക് പ്രെയർ കൂടി കഴിഞ്ഞാൽ തലേ കൈവെക്കാൻ തുടങ്ങിയത്. അമ്മയാണേലും നെറ്റിയെ കുരിശ് വരയ്ക്കും ഉണ്ടായിരുന്നുള്ളൂ പാട്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കും, നെറ്റിയിലൊരു കുരിശ് വരയ്ക്കും. അപ്പോൾ അവർ കവളിൽ ഒരു ഉമ്മ തരും, അവരുടെ കവളിങ്ങനെ ചേർത്ത്.
അതെന്നാ പ്രായമായാലും ഉണ്ട്. അതിപ്പോഴും ഇന്നലെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ നമ്മളത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് എൻ്റെ അമ്മ എനിക്ക് തന്നു, ഞാനത് എൻ്റെ മക്കൾക്ക് നൽകി, ആ മക്കൾ അവരുടെ കൊച്ചുമക്കൾക്ക് കൊടുത്തു. ഇപ്പം എന്നിട്ട് ഇപ്പോൾ പ്രാർത്ഥന കഴിയുമ്പോൾ ഈ കൊച്ചുമക്കളും വരും സ്തുതി തരാനും അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാനും. അവർ നിന്ന് തരും, നെറ്റി കുരിശ് വരയ്ക്കും, 2 കവിളിലും അവർ ഉമ്മ തരും. ഇപ്പം അവർ ചെയ്യുന്നതിനാന്ന് വെച്ചാൽ കുഞ്ഞുമോനും 2.5 വയസ്സായതേ ഉള്ളൂ, ഇളയ മോൻ്റെ രണ്ടാമത്തെ കുട്ടി, മൂത്ത കുട്ടിക്ക്. അവൻ എന്നെ കുരിശ് വരയ്ക്കും. 2 കവിളിലും ഉമ്മ തന്നേച്ച് എൻ്റെ തലയിൽ ഇങ്ങനെ ഒരു കൈ അങ്ങ് വെച്ചിട്ട് ഒരു കൈ കൊണ്ട് നെറ്റിയെ കുരിശ് വരയ്ക്കും. അപ്പോൾ ബാക്കി കുട്ടികളും അത് അനുകരിക്കും, കുഞ്ഞിതും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നു നമ്മുടെ വീട്ടിലുള്ളത് നമ്മൾ അനുകരിച്ച് നമ്മുടെ തലമുറകളിലേക്ക്. അപ്പോൾ ഇതൊരു റിലേ റേസ് പോലെയാണ്. ജീവിതത്തിൻ്റെ ആ എല്ലാ മാതൃകയും തലമുറകളിലേക്ക് അത് പകരപ്പെടുന്നു. ഇപ്പോൾ എൻ്റെ മൂത്ത മോൻ്റെ കുട്ടിക്ക് 7 വയസ്സാകുന്നതേ ഉള്ളൂ, 1ാം ക്ലാസ്സിലാണ് വേദപാഠം പഠിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്തായിരുന്നു സെറ്റിൽ ചെയ്ത്, പക്ഷേ വേദപാഠം അവിടെ ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ തൊടുപുഴ സെറ്റിൽ ചെയ്യാനായിട്ട് ഇങ്ങ് പോകുന്നതാണ്, അവിടുന്ന് വീട് അടച്ചിട്ടിട്ട്. കുഞ്ഞിനെ കൊണ്ടുവന്ന് വേദപാഠത്തിന് അപ്പം ഞാൻ ചിന്തിക്കുന്ന എൻ്റെ ആ ദൈവം എനിക്ക് തന്ന ആ അനുഗ്രഹം എൻ്റെ മക്കളിലൂടെ അവരുടെ മക്കളെ വിശ്വാസത്തിൻ്റെ ബേസ്മെൻറ്റ് ബാല്യത്തിൽ തന്നെ കൊടുത്തു വളർത്തണമെന്നുള്ള ആഗ്രഹം ആ മകനിൽ ഉണ്ടായതുകൊണ്ടാണ് സ്വന്തം വീടും ജീവിത സൗകര്യങ്ങളും അവിടെ നിർത്തി വെച്ചിട്ട് ജോലി അവൻ അവിടെ ചെയ്യുന്നു, ഹോട്ടൽ ഭക്ഷണം കഴിക്കണു, കുഞ്ഞുങ്ങളെ അവൻ്റെ ഭാര്യയെ വീട്ടിലേക്ക് തറവാട്ടിലേക്ക് അയച്ചിട്ട് കുഞ്ഞുങ്ങളെ ഇവിടെ വേദപാഠത്തിന് ചേർത്തിരിക്കുക. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഞാനൊന്നും അവരെ ഫോഴ്സ് ചെലുത്തിയിട്ടില്ല. പക്ഷെ അവരുടെ മനസ്സിൽ തോന്നി കുഞ്ഞുങ്ങൾ ശൈശവത്തിൽ തന്നെ സഭയോട് ചേർന്ന് സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ രൂഢമൂലമാക്കി മുമ്പോട്ട് പോകണം, ബാക്കി ഭൗതിക ജീവിതത്തിൻ്റെ സൗകര്യങ്ങളല്ല എന്നുള്ള തിരിച്ചറിവ് അവരുടെ ഹൃദയത്തിൽ കിട്ടിയല്ലോ. അതുപോലെ ഇപ്പോൾ ഈ മക്കൾ, ഇപ്പോൾ എൻ്റെ മോൻ്റെ മൂത്ത കുട്ടി 25 ദിവസവും വിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കുകൊണ്ട് ക്രിസ്തുമസിന് സമ്മാനം മേടിച്ചു. ഈ 50 നോയമ്പ് കാലത്ത് 50 ദിവസവും കുർബാനയ്ക്ക് കൂടി സമ്മാനം മേടിച്ചു. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ നവീകരണ രംഗത്തേക്ക് വന്നിട്ട് ഇപ്പോൾ 16 വർഷത്തിന് മേലെ കഴിഞ്ഞു. ഈ രംഗത്തെ അപൂർവം ദിനങ്ങളിൽ മാത്രമേ ഞാൻ വിശുദ്ധ ബലിയർപ്പണത്തിന് രാവിലെ പോകാതെ ഉള്ളൂ. അത് എന്തെങ്കിലും യാത്രയിൽ പോലും അത്ഭുതകരമായിട്ട് ദൈവം എന്നെ വഴി നടത്തിയിട്ടുണ്ട്. കുർബാന എനിക്ക് കിട്ടും, അതൊരു അത്ഭുതമായിട്ട് നടത്തിയിട്ടുണ്ട്. ഒത്തിരി അനുഭവങ്ങളും ഉണ്ട് അതിനോട്. അപ്പോൾ ഈ കുർബാന മുടക്കുക, കുർബാന കാണാൻ പറ്റാതെ വരിക എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ഇരുണ്ട ദിവസമായിരിക്കും അത്. അപ്പോൾ ഞാൻ വിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കുകൊള്ളുക എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ആ സമയം മുടങ്ങാതെ എനിക്ക് ചെയ്യാൻ അത് ദൈവം കൃപ തന്നു. ഇപ്പം എൻ്റെ 2ാം തലമുറയെന്ന് പറയാമല്ലോ, കുഞ്ഞുമക്കളാണ്. ആ കുഞ്ഞുമക്കൾ അത് ചെയ്ത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ദൈവത്തിന് കണ്ണുനീരോടെ നന്ദി പറയാം. കാരണം ഇന്ന് മക്കളൊക്കെ ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം, സാത്താൻ്റെ പിടിയിൽ പെട്ട് ഉലയുക പിള്ളേരൊക്കെ. അപ്പോൾ ആ സ്ഥാനത്ത് എൻ്റെ കുഞ്ഞിന് ആരോഗ്യവും മനസ്സും ഉണ്ടല്ലോ. ഏതുറക്കത്തിലും മോളെ പള്ളിയിൽ ഇന്നും പോയി. ഇന്ന് ഞങ്ങൾ 2ഉം കൂടെ രാവിലെ പള്ളിയിൽ പോയത്. മോളെ പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞാൽ ചാടി എഴുന്നേക്കും. മൂത്ത മോൾ അന്നാന്ന പേര്. ചാടി എഴുന്നേക്കും. പള്ളിയിൽ പോകാൻ എപ്പോൾ വിളിച്ചാലും വരും. പള്ളി വന്ന് ഏറ്റവും ആൾക്കാരുടെ മുമ്പിൽ ഏറ്റവും മുമ്പിൽ വന്ന് നിന്ന് കുർബാനയ്ക്ക് കൂടും. അതുപോലെ ഈ 2.5 വയസ്സുകാരനെ എവിടെ ചെന്നാലും പിരിവിരിപ്പും തകർക്കുക. പക്ഷെ പള്ളിക്കകത്ത് കയറി ഏറ്റവും മുമ്പിൽ അവനെ കൊണ്ട് നിൽക്കാമെങ്കിൽ കുഞ്ഞിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. ആ അച്ഛൻ ഇപ്പം ആശീർവദിക്കും, പിതാവിൻ്റെയും പുത്രൻ്റെയും എന്നും പറഞ്ഞ് 2.5 വയസ്സേ ഉള്ളൂ. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് കർത്താവ് എൻ്റെ അമ്മയിലൂടെ എനിക്ക് തന്നത് എന്നിലൂടെ എൻ്റെ മക്കളിലേക്ക് ചൊരിഞ്ഞു. ആ മക്കളിലൂടെ ഇപ്പം ആ കുഞ്ഞുമക്കളിലേക്ക് തരുന്നു. ഇനി ആ കുഞ്ഞുമക്കളിലൂടെ എന്തായാലും അവരുടെ തലമുറകളിലേക്ക് അത് പകരും. എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അപ്പം ഞാൻ വിശ്വസിക്കുന്ന വചനം ഇതാ, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കുടുംബം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളും അപ്പനും അമ്മയും മാത്രമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുക. നമ്മുടെ ഗോത്രം, തലമുറകൾ രക്ഷയിലേക്ക് കടന്നു വരും. അതുകൊണ്ടാണ് ഞാൻ എസ്തർ ധ്യാനത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു സ്ത്രീ, ഒരമ്മ ഈശോയിലേക്ക് കടന്നു വന്നാൽ അവളിലൂടെ വരുന്ന തലമുറ മുഴുവനും അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ കൊച്ചുമക്കളിലേക്ക്, തലമുറകളിലേക്ക് നമ്മൾ ഈശോയുടെ അഭിഷേകം നമ്മളിലൂടെ, ആ കൈവയ്പിലൂടെ, ആ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ കൊടുക്കാൻ സാധിക്കും. ഒരമ്മ വിചാരിച്ചാൽ മതി. ഈശോയോട് സ്നേഹിച്ച് കൂടെ ചേർന്ന് നിന്നാൽ മതി, നമ്മളൊന്നും ചെയ്യണ്ട. കുടുംബ നവീകരണം കാര്യമായി സ്വീകരിച്ച് നടത്തിയ സുവിശേഷ പ്രവർത്തനങ്ങൾ, ജീവിതാനുഭവങ്ങളിലൂടെ നമ്മോട് പങ്കുവച്ച ആനി ചേച്ചിക്ക് ഒത്തിരി നന്ദി.